ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഓൺലൈൻ വീഡിയോ വ്യൂവർഷിപ്പിൽ ആധിപത്യം തുടർന്ന് യൂട്യൂബ്. വർദ്ധിച്ചുവരുന്ന OTT പ്ലാറ്റ്ഫോമുകൾക്കിടയിലാണ് യൂട്യൂബ് പ്രചാരത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇന്ന് OTT പ്ലാറ്റ്ഫോം ജനങ്ങൾക്കിടയിൽ വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള കാലമാണിത്. എന്നിരുന്നാലും OTTയുടെ കടന്നുവരവ് യൂട്യൂബിനെ ബാധിച്ചിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതായത് ഇന്ത്യയിലെ ഓൺലൈൻ വീഡിയോ വിപണിയിൽ യൂട്യൂബ് ഇപ്പോഴും ആധിപത്യം പുലർത്തുന്നു. 2024 ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള പ്ലാറ്റ്ഫോമായ യൂട്യൂബ് ആകെ വീഡിയോ ഉപഭോഗത്തിന്റെ 92% കൈയടക്കിയതായി ഏറ്റവും പുതിയ ഫിക്കി EY റിപ്പോർട്ട് പറയുന്നു. വില കുറഞ്ഞ ഡാറ്റയും സ്മാർട്ട് ഫോണുകളും ലഭ്യമാകുന്നതിനാലാണ് യൂട്യൂബ് ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ സബ്സ്ക്രൈബ് ചെയ്യാനായി ധാരാളം പണവും സമയവും ചെലവഴിക്കുന്നു. കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ജീവിക്കാനുള്ള വക നൽകിയും പഠനവും വിനോദവുമടക്കം എന്തും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും യൂട്യൂബ് സഹായിക്കും. ആരംഭിച്ച് 20 വർഷമായിട്ടും ജനങ്ങൾക്കിടയിലെ പ്രചാരത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് യൂട്യൂബ്. അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ 2005 ഏപ്രിൽ 23-നാണ് യൂട്യൂബിന്റെ ഉത്ഭവം. എന്നാലിപ്പോൾ 20 വർഷത്തിനു ശേഷം അതിന്റെ അമരത്ത് ഇന്ത്യൻ വംശജനായ നീൽ മോഹൻ ആണെന്നുള്ളതും ശ്രദ്ധേയമാണ്. വൈവിധ്യത്തിന്റെ കാര്യത്തിലോ വീഡിയോയുടെ എണ്ണത്തിന്റെ കാര്യത്തിലോ OTTക്ക് യൂട്യൂബിന്റെ 7 അയലത്തെത്താൻ സാധിച്ചിട്ടില്ല. യൂട്യൂബിന്റെ കുട്ടികളായ യൂട്യൂബ് കിഡ്സും യൂട്യൂബ് മ്യൂസിക്കും 10ാം പിറന്നാൾ ആഘോഷിക്കുന്നു. പ്രതിദിനം 100 ദശലക്ഷം കമന്റുകളാണ് യൂട്യൂബ് വീഡിയോകൾക്ക് താഴെ ഓരോ ദിവസവും വീഴുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗഡ്കരിയുടെ വമ്പൻ പ്രഖ്യാപനം. ട്രക്കുകൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും പുതിയ സുരക്ഷാ പരിശോധന. സുരക്ഷാ വിലയിരുത്തലും റേറ്റിംഗ് സംവിധാനവും ഉടൻ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. രാജ്യത്തെ ട്രക്കുകൾക്കും ഹെവി വാഹനങ്ങൾക്കും സർക്കാർ ഉടൻ തന്നെ സുരക്ഷാ റേറ്റിംഗ് ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. ഈ റേറ്റിംഗ് ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം പോലെയായിരിക്കും. കമ്പനികൾ അവരുടെ വാഹനങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ഇതിനു പുറമെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റിക്ഷകൾക്കുള്ള സുരക്ഷാ നിയമങ്ങളും സർക്കാർ രൂപീകരിക്കുന്നുണ്ട്. ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് ട്രാഫിക് എഡ്യൂക്കേഷൻ എന്നിവയുടെ സംയുക്ത പരിപാടിയിലാണ് നിതിൻ ഗഡ്കരി പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയിൽ ധാരാളം റോഡപകടങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഗഡ്കരി പറഞ്ഞു. ഓരോ വർഷവും ഏകദേശം 4.8 ലക്ഷം അപകടങ്ങൾ സംഭവിക്കുകയും അതിൽ 1.8 ലക്ഷം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സർക്കാരിന്റെ ഏറ്റവും വലിയ ആശങ്ക റോഡ് സുരക്ഷയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സുരക്ഷിതമായ ഹൈവേകൾ നിർമ്മിക്കുന്നതിലും വാഹനങ്ങൾ സുരക്ഷിതമാക്കുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതായും ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം 2023 ആരംഭിച്ചതായും ഗഡ്കരി പറഞ്ഞു. വാഹനങ്ങളുടെ സുരക്ഷാ നിലവാരം 3.5 ടണ്ണായി ഉയർത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി ട്രക്കുകൾക്കും ഹെവി വാഹനങ്ങൾക്കും സമാനമായ റേറ്റിംഗ് ഏർപ്പെടുത്തും. സുരക്ഷ മെച്ചപ്പെടുന്നതോടെ റിക്ഷകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുകയും ആളുകൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുകയും ചെയ്യും. ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കുന്നതിനായി സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഗഡ്കരി വ്യക്തമാക്കി. നിലവിൽ ഈ ചെലവ് 14 മുതൽ 16%. അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഇത് 9% കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ട്രക്ക് ഡ്രൈവർമാരുടെ ജോലി സമയം നിശ്ചയിക്കുന്നതിനായി റോഡ് മന്ത്രാലയം ഒരു നിയമം നിർമ്മിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. നിലവിൽ ട്രക്ക് ഡ്രൈവർമാർ എല്ലാ ദിവസവും 13 മുതൽ 14 മണിക്കൂർ വരെ വാഹനം ഓടിക്കുന്നുവെന്നും ഇത് വളരെ കൂടുതലാണെന്നും ഗഡ്കരി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഐഫോൺ പ്രൊഡക്ഷൻ ഇനി ഇന്ത്യയിൽ. അടുത്ത വർഷത്തോടെ അമേരിക്കയിലേക്കുള്ള ഐഫോൺ നിർമ്മാണം മുഴുവൻ ഇന്ത്യയിൽ നിന്നാവും. ചൈന US വ്യാപാര സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ചൈന US വ്യാപാര സംഘർഷം വർദ്ധിച്ചതിനാൽ അടുത്ത വർഷം തന്നെ US-ൽ വിൽക്കുന്ന എല്ലാ ഐഫോണുകളുടെയും നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റാൻ ആപ്പിൾ ഇൻകോർപ്പറേറ്റഡ് പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. US-ൽ പ്രതിവർഷം വിൽക്കുന്ന 60 ദശലക്ഷത്തിലധികം ഐഫോണുകൾ 2026ഓടെ ഇന്ത്യയിൽ നിന്ന് ലഭ്യമാക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. ഒരു വർഷം കൊണ്ട് ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണം ഇരട്ടിയാക്കുക എന്നതാണ് ലക്ഷ്യം. ഐഫോൺ നിർമ്മാണത്തിനായി അമേരിക്ക ചൈനയെ വളരെ വലിയ തോതിൽ ആശ്രയിച്ചിരുന്നു. ഫോക്സ്കോൺ പോലുള്ള കമ്പനികളാണ് ഐഫോൺ നിർമ്മിക്കുന്നത്. എന്നാൽ ചൈന US വ്യാപാര സംഘർഷം കൂടിയതോടെ ചൈനയിൽ നിന്നുള്ള ഉൽപ്പാദനവും ഇറക്കുമതിയും അവസാനിപ്പിക്കാനാണ് ആപ്പിൾ തീരുമാനിച്ചിരിക്കുന്നത്. ട്രംപ് ചൈനയുമായി വീണ്ടും വ്യാപാര യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആപ്പിൾ വളരെ വേഗത്തിൽ ഇന്ത്യയിൽ നിന്നും ഐഫോണുകൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഐഫോണിന്റെ 90% ഉൽപ്പാദനവും നടക്കുന്ന ചൈനയ്ക്ക് 125% ഇറക്കുമതി ചുങ്കമാണ് US പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്ത്യക്കാവട്ടെ 26%. ഇതാണ് ആപ്പിളിന്റെ നിർമ്മാണം ഇന്ത്യയിൽ നിന്നുമാക്കാൻ കമ്പനിയെ നിർബന്ധിതരാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തമിഴ്നാട് സർക്കാരിന്റെ ആഗോള നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി ചെന്നൈയിൽ നിക്ഷേപത്തിനൊരുങ്ങി സാംസങ്. 1000 കോടിയോളം രൂപയാണ് നിക്ഷേപിക്കുന്നതെന്ന് തമിഴ്നാട് വ്യവസായ മന്ത്രി TRB രാജ പറഞ്ഞു.
തമിഴ്നാട് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഗോള നിക്ഷേപക സംഗമത്തിന്റെ 4ാം പതിപ്പ് ആരംഭിക്കാനിരിക്കെയാണ് സാംസങ്ങിന്റെ തീരുമാനം. ചെന്നൈക്കടുത്തുള്ള പ്ലാന്റിൽ ജീവനക്കാർ സമരം നടത്തിയിരുന്നു. മെച്ചപ്പെട്ട വേതനവും യൂണിയൻ അംഗീകാരവും ആവശ്യപ്പെട്ട് സെപ്റ്റംബറിൽ തൊഴിലാളികൾ 5 ആഴ്ചത്തെ പണിമുടക്ക് നടത്തിയതോടെ പ്ലാന്റിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലാകുകയായിരുന്നു. പിന്നീട് ചില ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായതോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. പുതിയ നിക്ഷേപം തമിഴ്നാട്ടിലെ തൊഴിലാളികളുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്നതായും തമിഴ്നാട് മന്ത്രി രാജ പറഞ്ഞു. പുതിയ നിക്ഷേപം വഴി 100 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. റെഫ്രിജറേറ്ററുകൾ, ടെലിവിഷനുകൾ, വാഷിംഗ് മെഷീനുകൾ എന്നിവയാണ് ചെന്നൈ പ്ലാന്റിൽ നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നൊരു തിരിച്ചുപോക്കില്ലെന്ന് വാഹന ഉടമകൾ. ഇനി പെട്രോൾ ഡീസൽ വാഹനങ്ങളിലേക്ക് മടങ്ങാൻ ഉപയോക്താക്കൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പഠനം. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ലോകമെമ്പാടും സ്വീകാര്യത കൂടിയെന്നാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ EV വിപണിയിലുണ്ടായ കുതിപ്പ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലെയും വാഹന നിർമ്മാതാക്കൾ കുറഞ്ഞത് ഒരു ഇലക്ട്രിക് മോഡലെങ്കിലും പുറത്തിറക്കിയിട്ടുമുണ്ട്. എന്നാൽ ഉപയോക്താക്കൾ ഇലക്ട്രിക് വാഹനങ്ങൾ തൃപ്തരാണോ എന്നും പെട്രോൾ ഡീസൽ എഞ്ചിൻ വാഹനങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുമാണ് ഇപ്പോഴുള്ള പ്രധാന ചർച്ച. US ആസ്ഥാനമായ JD പവർ നടത്തിയ പഠനമനുസരിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന 94% ആളുകളും എഞ്ചിൻ വാഹനങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്നില്ല. 6% ആളുകൾ മാത്രമാണ് തിരിച്ചു ചിന്തിക്കുന്നത്. 18 രാജ്യങ്ങളിലുള്ള 23,000 ഇലക്ട്രിക് വാഹന ഉപയോക്താക്കളിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിലയിരുത്തൽ. ഇന്ധന പരിപാലന ചെലവുകൾ കുറവാണെന്നാണ് ഉപയോക്താക്കൾ ഏറിയ പങ്കും അഭിപ്രായപ്പെടുന്നത്. പാരിസ്ഥിതിക നേട്ടമാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആകർഷിക്കുന്നതെന്നാണ് മറ്റൊരു പക്ഷത്തിന്റെ അഭിപ്രായം. ഇലക്ട്രിക് വാഹനത്തിൽ നിന്ന് എഞ്ചിൻ വാഹനത്തിലേക്കുള്ള തിരിച്ചുപോക്കിന് മൊബൈൽ ഫോണിൽ നിന്ന് ലാൻഡ് ഫോണിലേക്കുള്ള മടക്കത്തിന് സമാനമാണെന്നാണ് ചില ഉപയോക്താക്കൾ വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.